നമസ്കാരം. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ മന്ത്രി വിജയ് ഷാക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. മന്ത്രിയുടെ ഖേദപ്രകടനം സ്വീകാര്യമല്ലെന്നും വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കണമെന്നുമാണ് കോടതി ആവശ്യപ്പെടുന്നത്. പൊതുപ്രവർത്തകനും പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനുമാണ്. വാക്കുകൾ സൂക്ഷിച്ചു പ്രയോഗിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ മധ്യപ്രദേശിലെ BJP മന്ത്രി വിജയ് ഷായ്ക്കെതിരെ പ്രത്യേക അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് N കോടീശ്വരൻ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. മധ്യപ്രദേശ് കേഡറിലെ 3 IPS ഉദ്യോഗസ്ഥരുടെ അന്വേഷണ സംഘത്തെ ചൊവ്വാഴ്ചയ്ക്കകം രൂപീകരിക്കാൻ പോലീസ് ഡയറക്ടർ ജനറലിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 IPS ഉദ്യോഗസ്ഥരിൽ ഒരാൾ IG അല്ലെങ്കിൽ DGP റാങ്കിലുള്ള ആളായിരിക്കണം. ഒരു വനിത SP റാങ്കിലുള്ള ഓഫീസറും ഉണ്ടായിരിക്കണം. ഇവരെല്ലാം സംസ്ഥാനത്തിന് പുറത്തുള്ളവരായിരിക്കണം. സംസ്ഥാനം SIT റിപ്പോർട്ട് കോടതിക്ക് നേരിട്ടാണ് സമർപ്പിക്കേണ്ടത്. ആദ്യ റിപ്പോർട്ട് മെയ് 28-നകം സമർപ്പിക്കാനാണ് നിർദ്ദേശം. വിഷയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതായും സുപ്രീം കോടതി പറഞ്ഞു. അതേസമയം വിജയ് ഷായുടെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് കോടതി മന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നിങ്ങളുടെ പ്രസംഗത്തിന്റെ വീഡിയോ ഞങ്ങൾ കണ്ടിരുന്നു. വളരെ മോശം ഭാഷ പ്രയോഗിക്കുന്നതിന്റെ വക്കിലായിരുന്നു നിങ്ങൾ. ജനപ്രതിനിധി എന്ന നിലയിൽ ഓരോ വാക്കും വിവേകത്തോടെ ഉപയോഗിക്കണം. നിങ്ങളുടെ പ്രസ്താവനയിൽ മുഴുവൻ രാജ്യവും ലജ്ജിക്കുന്നു എന്നായിരുന്നു സുപ്രീം കോടതി മന്ത്രിയോട് പറഞ്ഞത്. വിവാദങ്ങൾക്ക് പിന്നാലെ കേണൽ സോഫിയ ഖുറേഷിയോട് മന്ത്രി മാപ്പ് പറഞ്ഞത് നിയമ നടപടികളിൽ നിന്ന് പിന്മാറാനുള്ള മുതലക്കണ്ണീരാണോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 3 IPS ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക. മെയ് 28-ന് അന്വേഷണ പുരോഗതി അറിയിച്ച് റിപ്പോർട്ട് നൽകാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്വേഷ പരാമർശത്തിൽ തനിക്കെതിരായി എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രി വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിച്ചത്. വിജയ് ഷായുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. അതേസമയം മന്ത്രി നടത്തിയ ക്ഷമാപണത്തെ പൂർണ്ണമായി സുപ്രീം കോടതി നിരസിക്കുകയും ചെയ്തിട്ടുണ്ട്. അനന്തരഫലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള തന്ത്രമാണ് ക്ഷമാപണമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് വിമർശിച്ചു. വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് സമ്മതിക്കാൻ വിജയ് ഷാ തയ്യാറാകുന്നില്ല. ഏതു തരത്തിലുള്ള ക്ഷമാപണമാണ് നടത്തിയതെന്ന് സുപ്രീം കോടതി ചോദിച്ചു. ക്ഷമാപണം എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം. സായുധ സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട വിഷയമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ തവണ വിജയ് ഷായുടെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മാധ്യമങ്ങൾ വിഷയത്തെ വളച്ചൊടിച്ചു എന്നായിരുന്നു വിജയ് ഷായുടെ വാദം. തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരരെ അവരുടെ സഹോദരിയെ തന്നെ വിട്ട് മോദിജി പാഠം പഠിപ്പിച്ചുവെന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസംഗം.